ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ്, സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കൈകളിലെ ചുളിവുകളൊക്കെ മാറി കൈക്ക് നല്ല നിറം വയ്ക്കാനും കൈ നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റിയ സൂപ്പർ ഒരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു പാക്ക് നമുക്ക് ദിവസം ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈകളിലെ കരുവാളിപ്പൊക്കെ മാറി കൈ നല്ല സോഫ്റ്റ് ആവുകയും നിറമൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റും ഒക്കെ ചെയ്തതിൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. നമ്മുടെ കൈകളിൽ ചുളിവുകൾ മാറാനും കൈക്ക് നല്ല നിറം വയ്ക്കാനും കൈ നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റിയ അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം പാൽപ്പാടയാണ്. അപ്പോൾ ഞാൻ പാൽപ്പാട 1 സ്പൂൺ അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇനി വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്, കുറച്ച് മതി കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് കുറച്ചെടുത്താൽ മതി. എൻ്റെ സ്കിൻ അത്ര ഡ്രൈ ഒന്നല്ല, അവിടെ ഞാൻ ഇച്ചിരി കൂടുതലങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ചും കൂടി അങ്ങ് എടുത്തേക്കാവേ. പിന്നെ വേണ്ട സാധനം തേനാണ്. നമുക്ക് കുറച്ച് തേനും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് മതി. അപ്പോൾ തേനൊക്കെ നല്ലതാട്ടോ, നമ്മുടെ കൈകളിലൊക്കെ തേക്കണം, നല്ലതാണ്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു തേനും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ പാക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. നമുക്കിത് മുഖത്തും തേച്ച് കൊടുക്കാം കേട്ടോ. മുഖത്ത് തേച്ച് കൊടുക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ചെറുനാടിൻ്റെ നീരൊന്ന് കുറച്ചെടുത്താൽ മതിയേ. ഞാൻ എടുത്ത് അത്രയൊന്നും എടുക്കണ്ട. നമ്മുടെ കയ്യിൽ കാലൊക്കെ തേക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഒരുപാട് ഡ്രൈ സ്കിന്നറൊക്കെ ആണെങ്കിൽ അത്ര പോലും എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി ചെറുനാരയുടെ നീര്. മുഖത്ത് തേക്കുവാണെങ്കിൽ ചെറുനാരയുടെ നീര് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നർക്ക് മാത്രം പറ്റുന്ന ഒരു പാക്കാണിത്. അപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ അത്യാവശ്യം വലിയ ഡ്രൈ ഇല്ല, എന്നാൽ ചെറിയ രീതിയിലൊക്കെ ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞ കളറിൽ. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടത് ഇച്ചിരി കൂടിപ്പോയി, അത് കുഴപ്പമൊന്നുമില്ല. സ്കിന്നിന് അധികം ഒന്നും പിടിക്കില്ല കേട്ടോ. തേനൊക്കെ ചേർത്തുകൊണ്ടേ മഞ്ഞ കളർ അങ്ങനെ സ്കിന്നിലോട്ടൊന്നും പിടിക്കത്തൊന്നുമില്ലേ. ഇനി നമുക്ക് നമ്മുടെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. തേച്ച് കൊടുക്കുന്നതിന് മുന്നേ ഒരു 2-3 മിനിറ്റ് റെസ്റ്റിന് വെച്ചതിന് ശേഷം തേച്ച് കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. കാരണം ഇതിൽ ചെറുനാരയുടെ നീരും ആ തേനും മഞ്ഞപ്പൊടിയും പാൽപ്പാടിയും എല്ലാം ഒന്ന് മിക്സ് ആവേണ്ടേ. അപ്പോൾ നമുക്ക് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. നമ്മുടെ കൈകളിൽ കരിവാളിപ്പുണ്ടെങ്കിൽ മാറി കിട്ടും, കൈ നല്ല സോഫ്റ്റ് ആകും, പിന്നെ നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഈ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ, അതുപോലത്തെ കളറാണിത്. അപ്പോൾ നമുക്കിത് തേച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തേച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് കയ്യിലങ്ങ് നല്ല വൃത്തിയിലങ്ങ് തേച്ച് കൊടുക്കാവേ. നല്ല മസാജ് ചെയ്യണം കേട്ടോ. മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ടങ്ങ് തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ കൈയുടെ ഈ സൈഡിലുള്ള കറുപ്പൊക്കെ കുറയും കേട്ടോ. കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റിയ സൂപ്പർ പാക്കാണിത്. ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ അടിപൊളിയാണിത്. അപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് കൈ നല്ല വൃത്തി ഒന്ന് കഴുകിയെടുത്താൽ മതിയേ. സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റും തന്നെ തോന്നും. പിന്നെ ചുളിവൊക്കെ നല്ലവണ്ണം അങ്ങ് കുറയും കേട്ടോ. പിന്നെ ഈ തേന്, ചെറുനാരങ്ങയുടെ നീര്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ പാൽപ്പാട മാത്രം മതി. പാൽപ്പാട ദിവസം നമ്മുടെ കൈകളിൽ അങ്ങ് തേച്ച് കൊടുത്തിട്ട് നല്ല വൃത്തിയായി കഴുകി കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല തിളക്കമുണ്ടാവുമേ. അപ്പം നമ്മളിതിൽ പാൽപ്പാടയുടെ കൂടെ മഞ്ഞൾപ്പൊടിയും തേനും ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഒന്ന് ബ്രൈറ്റ് ആവാനും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൈകളിലെ ചുളിവുകൾ മാത്രം പോയാൽ മതിയെങ്കിൽ പാൽപ്പാട മാത്രം മതി. പാൽപ്പാടയുടെ കൂടെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്താലൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഒരുപാട് പിന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ചേർത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രബൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാക്ക് ഇടുവാണെങ്കിൽ നമുക്ക് കിട്ടില്ല റിസൾട്ട് തന്നെ കിട്ടുവേ. അപ്പോൾ അതിനൊക്കെ നല്ല നമ്മൾ കഴുകുന്ന നേരത്ത് ഇളം ചൂടുമ്പോൾ തന്നെ കഴുകുമ്പോഴാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. കൈ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ തേനൊക്കെ ചേർത്ത് പാക്ക് ആയതുകൊണ്ടേ ഇവിടെയൊക്കെ ഉറുമ്പുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ കടക്കില്ല എന്ന് എനിക്ക് തോന്നണു.
മേശയുടെ സൈഡിലൊക്കെ ഉറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൂക്കും വരമൊക്കെ നടക്കുന്നുണ്ടേ. നമുക്ക് വേണമെങ്കിൽ ഇത് മുഖത്ത് തേക്കാം കേട്ടോ. ഓയിൽ സ്കിന്നുകാർക്ക് ഞാൻ പറയില്ല, ഡ്രൈ സ്കിന്നുകാരുടെ കാര്യമാണ് പറയണത്. മുഖത്ത് തേച്ച് കൊടുക്കാം. മുഖത്ത് തേച്ച് കൊടുക്കുമ്പം ചെറുനായുടെ നീരൊന്ന് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൈ നല്ല വൃത്തിയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമ്മുടെ പാക്കിങ്ങിന് തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇളം ചൂടുവെള്ളം കൊണ്ട് കൈ കഴുകുക കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യണേ, നമ്മൾ ചുമ്മാ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ, നല്ല വൃത്തിയിൽ മസാജ് ചെയ്യണം കേട്ടോ. പതുക്കെ മസാജ് ചെയ്താൽ മതി. അപ്പോൾ മസാജ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ നല്ല വൃത്തിയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൈ നല്ല വൃത്തിയിൽ അങ്ങ് കഴുകാം കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് കൈ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്തു. ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ. ഇനി നമുക്ക് നല്ല വൃത്തിയിൽ ഇളം ചൂടുവെള്ളം കൊണ്ട് കൈ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാവേ. കൈ അങ്ങനെ വലിയ ഓയിലായിട്ടൊന്നും തോന്നില്ല കേട്ടോ. കണ്ടു, നല്ല തിളക്കമുണ്ട് കേട്ടോ. കൈ നോക്കിയേ, നല്ല തിളക്കമുണ്ട്. പിന്നെ വലിയ ഓയിലായിട്ടൊന്നും തോന്നത്തില്ല. ചില പാക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഓയിലായിട്ട് തോന്നില്ലേ, പക്ഷേ ഇത് വലിയ ഓയിലായിട്ടൊന്നും തോന്നത്തില്ലേ. പക്ഷേ സ്കിന്ന് നോക്കി നല്ലൊരു ഗ്ലോ തന്നെയുണ്ട്. ഇത് നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, എന്തേ നിങ്ങൾക്ക് മനസ്സിലാവണേ. അപ്പോൾ ഈ കൈ കൂടെ ഒന്ന് നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാനിതാ 2 കൈ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൈ ഉണ്ടല്ലോ നല്ല മാറ്റമുണ്ട് കേട്ടോ. കൈക്ക് നല്ലൊരു ഗ്ലോ തന്നെ ഉണ്ട്. കൈ നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്തു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചുളിവുകളൊക്കെ കുറയാനും കൈ നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൽ മഞ്ഞ കളറേ ഇല്ല. നമ്മളിതിൽ തേനൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് മഞ്ഞ കളർ നമ്മുടെ സ്കിന്നിലോട്ട് പിടിക്കില്ല കേട്ടോ. ഇതൊക്കെ നല്ല മാറ്റമുണ്ട്. നമുക്കിതിൻ്റെ പ്രത്യേകമായിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. നമ്മുടെ കരുവാളപ്പൊക്കെ മാറി ചുളുക്കളൊക്കെ മാറി നല്ല സോഫ്റ്റ് ആവുമേ. നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ നല്ല ഒരു സ്ക്രബ് ഉപയോഗിക്കുക കേട്ടോ. ആഴ്ചയിൽ 3 തവണയൊക്കെ സ്ക്രബ് ഉപയോഗിച്ചാൽ മതി. സ്ക്രബൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പാക്ക് അങ്ങ് തേക്കുവാണെങ്കിൽ സൂപ്പർ റിസൾട്ട് കിട്ടുമേ. ഇതിൽ ഞാനൊന്നൊരു സ്ക്രബൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചുമ്മാ ഒരു പാക്ക് മാത്രമേ ഇട്ടുള്ളൂ. എന്നാലും നല്ല മാറ്റമുണ്ട്, കൈക്ക് നല്ല മാറ്റമുണ്ട്. കൈ നല്ല സോഫ്റ്റായിട്ടോ. ഇപ്പം എൻ്റെ ഹാർഡായിരുന്ന കൈയായിരുന്നു, നല്ല സോഫ്റ്റായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ.